കോഴിക്കോട് തിരുവമ്പാടിയിൽ KCB ജീവനക്കാർക്കെതിരെ തൽക്കാലം കടുത്ത നടപടി പാടില്ലെന്ന് ഹൈക്കോടതി. തിരുവമ്പാടി സ്വദേശി അജ്മലിന്റെ ഉമ്മയെ ആക്രമിച്ചുവെന്ന പരാതിയിൽ ലൈൻമാൻ പ്രശാന്ത്, കരാർ ജീവനക്കാരൻ അനന്തു എന്നിവർക്കെതിരെ നടപടി പാടില്ലെന്നാണ് നിർദ്ദേശം. ആക്രമണം നടന്നുവെന്ന് ആരോപിക്കുന്ന ദിവസം ജോലിയിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രശാന്ത് കോടതിയിൽ മൊഴി നൽകി. ഷംന അശോക് വിവരങ്ങളുമായി ചേരുന്നു. ഷംന, ഏത് കേസിലാണ് ഇപ്പോൾ കോടതി ഈ നടപടി സ്വീകരിച്ചത്? തിരുവനമ്പാടിയിൽ വൈദ്യുതി ബില്ല് അടച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതും അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതേ ദിവസം തന്നെയാണ് ഈ പരാതിക്കാരി KCB ജീവനക്കാർ തങ്ങളെ മർദ്ദിച്ചു, അസഭ്യവർഷം ചൊരിഞ്ഞു എന്നതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയത്. അതിനെ തുടർന്ന് തിരുവമ്പാടി പോലീസ് ഈ KCB ജീവനക്കാർക്കെതിരെ കൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈൻമാൻ പ്രശാന്ത്, കരാർ ജീവനക്കാരൻ അനന്തു എന്നിവർക്കെതിരെയാണ് തിരുവമ്പാടി പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ രണ്ടുപേരും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. തൽക്കാലം ജീവനക്കാർക്കെതിരെ കടുത്ത നടപടികൾ പാടില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് A ബദ്രുദ്ദീൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് അടുത്ത മാസം 21-ാം തീയതി വരെ പ്രതികൾ ഈ പറയുന്ന കേസിലെ പ്രതികൾക്കെതിരെ കടുത്ത നടപടികൾ പാടില്ലെന്നാണ് നിർദ്ദേശം. പക്ഷേ ജീവനക്കാരെ പോലീസിന് ചോദ്യം ചെയ്യാം, നിഷ്പക്ഷവും സുതാര്യവുമായ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ കോടതി എടുത്ത നിലപാട്. ഏതായാലും അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് പോകരുത് എന്നുള്ള കാര്യം കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഓഗസ്റ്റ് 21-നായിരിക്കും ഈ കേസ് പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള തുടർ നടപടികൾ ഉണ്ടാവുക. ശരി ഷംന.